വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്നും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലാണ് സാരീസ് വരുന്നത്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സാപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിതിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്റർനാഷണൽ ഷിപ്പിങ്ങിന് മാത്രമേ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോ ആദ്യം വരുന്നത് ഇൻട്രോയിൽ ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചന്ദേരി കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. നല്ല കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ബ്ലാക്ക് ആണ് ബേസ് വരുന്നത്. അതിൽ നല്ലൊരു റസ്റ്റിക് ഷെയ്ഡിലുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലായിരിക്കും ബോർഡറും പല്ലുവും വരുന്നത്. അതിലിപ്പോൾ ഒരു പേസ്ലി മോട്ടീവ്സ് ആണ് ബോഡി വരുന്നത് കംപ്ലീറ്റ്. കണ്ടോ, ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ഫുൾ ബോഡിയിലും ഒരു സർക്കുലർ ഫോമിലാട്ടോ മോട്ടീവ്സ് വരുന്നത് ബോഡിയിലും. ഈ ഒരു പാറ്റേൺ വരുന്നത് സോഫ്റ്റ് ചന്ദേരി കോട്ടൺ ആണ് ഫാബ്രിക്. ഞാൻ സിംഗിൾ ലെയറിലും കാണിക്കാൻ സാരി. ഇതിൻ്റെ ബോർഡർ വരുമ്പം ഇതായിരിക്കും ബോർഡർ വരുന്നത്. കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലുള്ള ബോർഡറും ഒരു ആൻറ്റീക് ഷെയ്ഡിലുള്ള ഒരു ബോർഡറും വരുന്നുണ്ട്. സെയിം ഈ ഒരു പാറ്റേണിൽ തന്നെ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിലും ഡിസൈൻസ് വരുന്നത്. റസ്റ്റിക് കോമ്പിനേഷനിൽ നല്ലൊരു ജോമെട്രിക്കൽ ഡിസൈനും ഒരു പേസ്ലി മോട്ടീവ്സും വരുന്നുണ്ട്. പല്ലു വരുമ്പോൾ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. സാരി വൺ ലെയറിലാണെങ്കിലും കണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. ഈ ഒരു ഫാബ്രിക് ആയിരിക്കും വരുന്നത്. ട്രാൻസ്പെറൻറ്റ് അല്ല സാരി, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. അടുത്ത സാരി കോമ്പിനേഷനും ഫാബ്രിക്കും സെയിം തന്നെ കേട്ടോ. ചന്ദേരി കോട്ടൺ ഫാബ്രിക് ആണ്. ബ്ലാക്ക് തന്നെയാണ് ബേസ് വരുന്നത്. റസ്റ്റിക് ഷെയ്ഡിലുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. ഇതിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് ഇക്കത്ത് ഡിസൈനിലാണ് ബോഡി വരുന്നത്. ഫസ്റ്റ് സാരി ഞാൻ ഇൻട്രോ സാരിയിൽ സർക്കുലർ മോട്ടീവ്സ് വരുന്നതിന്റെ മിഡിലിൽ ഒരു പീകോക്ക് മോട്ടീവ്സ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ സാരിയിൽ. ഇത് രണ്ടാമത്തെ സാരിയാണ്. ഇതിൽ വരുന്നത് ഇക്കത്ത് ഡിസൈനാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ. കണ്ടോ, ബേസ് ബ്ലാക്ക് വന്നിട്ട് റെഡ് ഇക്കത്ത് ഡിസൈൻ, റസ്റ്റിക് കോമ്പിനേഷനിലുള്ള ബോർഡർ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ സാരിയുടെ മുന്താണിയിലും ഫുൾ ആ ഒരു റസ്റ്റിക് ഷെയ്ഡിൽ തന്നെയായിരിക്കും ഡിസൈൻസ് വരുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആയിട്ട് പ്ലെയിൻ ആണ്. പ്ലെയിൻ ബ്ലാക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് നമുക്കൊരു ഓണം അറ്റയറായിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. നല്ല ഫാബ്രിക് ആയിട്ട് ഇത് വരുന്നത്. കോട്ടൺ ആണ്. കോട്ടണിൽ ഒരു ടിഷ്യൂ ത്രെഡ് കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഒട്ടും അങ്ങനെ ഒരു ലൗഡായിട്ടുള്ള ഒരു ഫ്ലാഷി ലുക്ക് ഇല്ല സാരിക്ക്. വളരെ ഒരു സോഫ്റ്റ് കോമ്പിനേഷനിൽ നല്ലൊരു ഫാബ്രിക്കാണ് വരുന്നത്. ഒരു റോസ് ഗോൾഡ് ഷെയ്ഡാട്ടോ സാരി വരുന്നത്. കാരണം കോട്ടണിൽ ഓഫ് വൈറ്റ് ആണ് അകത്ത് ത്രെഡ് വന്നിരിക്കുന്നത്. അതിലൊരു ടിഷ്യൂ ത്രെഡ് കൂടി വന്നിരിക്കുന്നതുകൊണ്ട് ഒരു റോസ് ഗോൾഡ് ടോൺ ആയിരിക്കും സാരിക്ക് വരുന്നത്. അതിൽ ഓഫ് വൈറ്റിലുള്ള ത്രെഡ് വ്യൂ പാറ്റേൺസ് ആണ്. മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് ബോഡിയിൽ. റോസ് ഗോൾഡ് വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. സിമ്പിൾ ബോർഡർ. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ മുന്താണിയുടെ എൻഡിലും ഈ ഒരു പാറ്റേണിലാട്ടോ മുന്താണിയിൽ വർക്ക് വരുന്നത്. ടിഷ്യൂ വ്യൂ വന്നിട്ട് അതിൽ വൈറ്റ്, റെഡ് ആൻഡ് ഒരു മസ്റ്റേർഡ് യെല്ലോ 3 കളർ ടോണിലായിരിക്കും. ഗ്രീൻ 3 കളർ ടോണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. മുന്താണിയുടെ എൻഡിൽ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരും. ഒരു ടിഷ്യൂ വ്യൂ ആണ് വരുന്നത് സാരിക്ക്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു വൈറ്റിലായിരിക്കും. ഓഫ് വൈറ്റിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. മുന്താണിയുടെ എൻഡിലായിരിക്കും ആ ഒരു സ്റ്റൈൽ വരുന്നത്. ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് റണ്ണിങ് ആയിട്ട് പ്ലെയിൻ വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. സെയിം ഫാബ്രിക് സെയിം കോമ്പിനേഷൻ തന്നെ കേട്ടോ. എംബ്രോയിഡറി വർക്ക് മാത്രമേ മാറ്റുള്ളൂ. ഇതും വരുന്നത് കോട്ടൺ ടിഷ്യൂ ആണ്. കോട്ടൺ ത്രെഡ്, കോട്ടൺ മെറ്റീരിയലിൽ ടിഷ്യൂ ബ്ലെൻഡഡ് ഫാബ്രിക്കാണ് വരുന്നത്. ഇതിൽ വർക്ക് വരുന്നത് വൈറ്റ്, ഓഫ് വൈറ്റിൽ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡി മുന്താണിയുടെ എൻഡിൽ ഇതായിരിക്കും വർക്ക്. ഇതിൽ വരുമ്പം ഒരു ലാവൻഡർ, പേർപ്പിൾ, ഗ്രീൻ, വൈറ്റ് ഈ കളർ ടോണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും കംപ്ലീറ്റ് വർക്ക് വരും. ബ്ലൗസ് വരുന്നത് സെയിം ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ പ്ലെയിൻ വന്നിട്ട് ഇതേ ബോർഡർ ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവ് വരും. അടുത്ത സാരി വരുന്നത് നമുക്കൊരു ഫംഗ്ഷണൽ ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരി കേട്ടോ. നല്ല ഫാബ്രിക്കാണ്. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. കളർ കോമ്പിനേഷൻ നല്ലൊരു ടീൽ ഗ്രീൻ ആണ്. ടീൽ ഗ്രീൻ ബേസ് വന്നിട്ട് അതിൽ നല്ലൊരു വുമൺ സ്റ്റൈലിലായിരിക്കും ബോഡി വരുന്നത്. ഇതായിരിക്കും ബോഡിയിലെ പാറ്റേൺ വരുന്നത് കേട്ടോ. ഒരു ജോമെട്രിക്കൽ ഡിസൈനിലാണ്. ടീൽ ബ്ലൂ, ടീൽ ഗ്രീൻ ഈ 3 കളർ ടോണിൽ ഒരു ആൻറ്റീക് ഷെയ്ഡ് ഈ 3 കളർ ടോണിലായിരിക്കും സാരിയിൽ വുമൺ പാറ്റേൺസ് വരുന്നത്. ഡിസൈൻസ് വരുന്നത് ഇങ്ങനെ കേട്ടോ. ബോഡി കംപ്ലീറ്റ് അതിൽ ബനാറസി സ്റ്റൈലിലായിരിക്കും ബോർഡർ വരുന്നത്. ടീൽ ഗ്രീനിൽ ഈ ഒരു പാറ്റേണിലുള്ള ആൻറ്റീക് സെറി ബനാറസിയിലുള്ള ബോർഡർ വരുന്നുണ്ട്. അതേ ബോർഡറിൻ്റെ അതേ പാറ്റേണിൽ തന്നെ ഒരു ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നതും സെയിം ആ ഒരു സ്റ്റൈലിൽ തന്നെ ഒരു ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. ഇതായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ ഉണ്ട്. സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ വരുന്നത്. ഇത് വരുന്നത് ഒരു ലൈറ്റ് ഒരു ഗ്രീനിഷ് ഗ്രേ ആണ്. ഗ്രീൻ ടിൻറ്റഡ് ഗ്രേ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഡിജിറ്റൽ പ്രിന്റും വരുന്നുണ്ട്. വുമൺ സ്റ്റൈലായിരിക്കും ബോഡി വരുന്നത് കേട്ടോ. സെറി വുമൺ സ്റ്റൈലായിരിക്കും ബോഡി. അതിൽ ഈ ഒരു സ്ക്വയർ പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത്.
ഫുള്ളി ഒരു പാറ്റേൺ വരുന്നുണ്ട്. ആൻറ്റിക് ബനാറസി ബോർഡറാണ് സാരിക്ക് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിലും അതേ ഒരു ബോർഡർ പല്ലു വരുന്നതും സെയിം ആ ഒരു പൂൺ സ്റ്റൈലിൽ തന്നെയായിരിക്കും. നമുക്ക് നന്നായിട്ട് ഒരു എലഗൻറ്റ് പാർട്ടി വെയർ സാരിയാണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ് സാരി. ബ്രൊക്കേഡ് വീവിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. അടുത്ത സാരി ഓഷ്യൻ ബ്ലൂ, ഓഷ്യൻ ഗ്രീൻ, ഒരു അക്വ ബ്ലൂവും അക്വ ഗ്രീനും കൂടി ചേർന്ന് വരുന്നത് നല്ലൊരു കളറ്റോളാണ് കേട്ടോ സാരി വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരുന്നത്. വീഡിയോയിൽ കുറച്ചൊരു തിളക്കം തോന്നും, ഒരു ഫ്ലാഷ് ആയിട്ട് തോന്നും. സാരി അങ്ങനെ ഫ്ലാഷി അല്ല കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ഡിസൈൻസ് വന്നിട്ട് അതിൽ വുമൺ പാറ്റേണിലായിരിക്കും ഫുൾ ബോഡി വരുന്നത്. ഇതിൽ വരുമ്പം ഒരു പേർപ്പിളിലാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. സ്ക്വയർ പാറ്റേണിൽ വുമൺ ഡിസൈൻസ് വരുന്നത് ഗോൾഡൻ തന്നെയായിരിക്കും. അക്വ ബ്ലൂയിലായിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. ബോഡി വരുന്നത് അക്വ ഗ്രീൻ ആണ് കേട്ടോ. സെയിം ഈ ഒരു അക്വ ബ്ലൂവിൽ തന്നെയാണ് ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ മുന്താണി. അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും ബ്ലൗസും വരുന്നത്. അടുത്ത സാരി നല്ലൊരു ഡിസൈനർ കോൺസെപ്റ്റിൽ വരുന്ന സാരി കേട്ടോ. ചന്തേരിയാണ്, സോഫ്റ്റ് ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. ഡ്യുവൽ കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. മുകൾ ഭാഗം ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. ഗ്രേയിൽ ഒരു ഗ്രീനിഷ് ഗ്രേയിൽ പ്ലെയിൻ ബോഡി വന്നിട്ട് ഹാഫ് പോർഷൻ വരുമ്പോൾ കണ്ടോ ഒരു സർക്കുലർ പാറ്റേണിലുള്ള ഒരു വാട്ടർ ബോൾ സ്വീക്കൻസ് വർക്കിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതൊരു ആപ്ലിക് വർക്കിൻ്റെ പാറ്റേണിലാണ് വരുന്നത്. ഫുൾ സ്വീക്കൻസ് വർക്കിൻ്റെ ഒരു സർക്കുലർ മോട്ടീവ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷിബോരി ഡിസൈനാണ്. ബോഡി വരുന്നത് ഷിബോരി പാറ്റേണിലായിരിക്കും. ഇതേ സ്റ്റൈലായിരിക്കും കേട്ടോ ബോഡി കംപ്ലീറ്റ് വരുന്നത്. സർക്കുലർ മോട്ടീവ്സ് നമ്മൾ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരി കാണാൻ. മുന്താണി അതേ ഷിബോരി ഡിസൈൻ തന്നെ ആയിരിക്കും. ബോഡിയിൽ വരുമ്പോൾ ഹാഫ് സർക്കിൾ ആയിരിക്കും. പല്ലുവിൽ വരുമ്പോൾ ഫുൾ സർക്കിൾ പാറ്റേണിലായിരിക്കും ഷിബോരി ഡിസൈൻസ് വരുന്നത്. ബ്ലൗസ് അവൈലബിൾ ആണ്. ഇതായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. നല്ലൊരു ചെക്കേർഡ് പാറ്റേണിലാണ് ഈ ഒരു കോമ്പിനേഷൻ. ഓക്സ്ഫോ ബ്ലൂ കോമ്പിനേഷനിൽ വൈറ്റ് ആയിട്ട് ഒരു ചെക്ക് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം ഡിസൈൻ, സെയിം കോമ്പിനേഷൻ, സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഷിബോരി ഡിസൈൻസ് വരുന്നത് എല്ലാം സെയിം തന്നെ. ബോഡി വരുന്നത് സെയിം പാറ്റേൺ. ഇതിൽ ആ ഒരു വാട്ടർ കോൾ സ്വീക്കൻസ് വർക്കിൻ്റെ വർക്ക് വരുന്നത് ഇതിന് മുൻപത്തെ സാരിയിൽ ഞാൻ ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞാൽ ആപ്ലിക് അല്ലാട്ട് ഇത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. അതിൽ സർക്കുലർ മോട്ടീവ്സ് ആയിരുന്നു. ഇതിൽ വരുമ്പോൾ ട്രയാങ്കിളാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. വാട്ടർ കോൾ സ്വീക്കൻസ് വർക്കും അതിലൊരു ബ്ലൂ ത്രെഡും വെച്ചിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഫുൾ സാരിയും സെയിം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഹാഫ് സർക്കിൾ പാറ്റേണിലായിരിക്കും ഷിബോരി ഡിസൈൻസ് വരുന്നത്. മുന്താണി ഈ ഒരു സ്റ്റൈലിലായിരിക്കും പല്ലു വരുന്നത്. സോഫ്റ്റ് ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. ചെക്കേർഡ് പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ്. അടുത്ത സാരീസ് വരുന്നത് നമുക്കൊരു വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഹാൻഡ് വാഷ് ചെയ്യുന്ന സാരീസാണ്. വളരെ എക്കണോമിക്കൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന സാരീസ് വരുന്നത്. ബ്രാസോ ഡിസൈനിലെ ഒരു ക്രഷ് ഷിഫോൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അത് നല്ലൊരു മൾട്ടി കളർ കോമ്പിനേഷനിലായിരിക്കും എല്ലാ ഡിസൈൻസും വരുന്നത്. ഫസ്റ്റ് വൺ ഒരു പേർപ്പിൾ, ലാവൻഡർ, പൗഡർ ബ്ലൂ ആ ഒരു കളറ്റോണിലാണ് ബ്രാസോ ഡിസൈൻസ് വരുന്നത്. ബോഡിയിൽ നല്ലൊരു ക്രഷ് ഷിഫോൺ കേട്ടോ. സാരിയുടെ ഫാബ്രിക് നല്ലൊരു ഫാബ്രിക്കാണ്. ക്രഷ് ഫോമിൽ വരുന്ന ഷിഫോൺ സാരിയാണ് വരുന്നത്. ബോർഡർ ഇല്ല കേട്ടോ. സാരി വരുന്നത് വിത്തൗട്ട് ബോർഡറാണ്. മുന്താണിയിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്രാസോ ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും പല്ലു വരുന്നത്. ഇതിന് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. അടുത്ത കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഫാബ്രിക് എല്ലാം സെയിം തന്നെ കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ബ്രാസോ ഡിസൈൻസ് ആണ് ഫുൾ വരുന്നത് കേട്ടോ. ഞാൻ ക്രഷ് എന്ന് ഉദ്ദേശിച്ചത് ഇതൊരു നമ്മുടെ ഒരു കോട്ട സാരിയുടെ ഒക്കെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ആട്ടോ സാരിക്ക് വരുന്നത്. നല്ല ഫാബ്രിക്കാണ് വരുന്നത്. നമ്മളൊരു സിൽക്കി കോട്ട സാരിയെല്ലാം പിടിക്കുമ്പോഴുള്ള ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, സെയിം ആ ഒരു ഫീലിൽ വരുന്നത് നല്ലൊരു ഷിഫോൺ സാരിയാണ് വരുന്നത്. ഷിഫോണിൻ്റെതായ ആ ഒരു ഫ്ലോയി ഫീലല്ല വരുന്നത്. കുറച്ചൊരു സ്റ്റിഫ്നെസ് ഉള്ള കോട്ടയുടെ ആ ഒരു ഫാബ്രിക്കാണ് വരുന്നത് സാരി. വിത്തൗട്ട് ബോർഡർ, മുന്താണി ഒരു പ്രിന്റഡ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് ബ്രാസോ ഡിസൈൻ വരുന്നത് കളർ കോമ്പിനേഷൻ വരുന്നത് പീച്ച് വിത്ത് ഒരു ബ്ലൂഷ് ഗ്രേ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. വിത്തൗട്ട് ബോർഡർ, സെമി ഒരു സ്റ്റൈലിലായിരിക്കും ഡിസൈൻസ് വരുന്നത്. നല്ലൊരു പീച്ചാണ് വരുന്നത്. പീച്ച് ഒരു കോറൽ പീച്ച് ഉണ്ടല്ലോ, കോറൽ പീച്ച് വിത്ത് ഒരു ബ്ലൂ ടിൻറ്റഡ് ഗ്രേ ആണ് സാരിയുടെ കോമ്പിനേഷൻ. മുന്താണി ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ലാസ്റ്റ് വൺ ഗ്രീൻ ആട്ടോ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വിത്ത് മസ്റ്റേർഡ് യെല്ലോ, ഒരു മാംഗോ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബ്രാസോ ഡിസൈൻസ് തന്നെ കേട്ടോ ഫുൾ ബോഡി വരുന്നത്. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡർ വന്നിട്ട് പല്ലു വരുമ്പോൾ ആ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഇതിനും വരുന്നത് ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. ഗ്രീൻ വന്നിട്ട് ഗ്രീനിൽ യെല്ലോ കോമ്പിനേഷനുള്ള പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത് സാരിക്ക്.